തൃശ്ശൂരിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും നമുക്കിന്നൊരു പള്ളിയുടെ മുകളിൽ നിന്ന് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ പുത്തമ്പള്ളിയിലേക്കാണ് കേട്ടോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു പള്ളി ഗോപുരം കൂടിയാണ് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളി. എന്നാൽ പിന്നെ പറഞ്ഞു നിൽക്കണ്ട, നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് വിട്ടാലോ. ഹലോ ഗൈസ്, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ പപ്പയുണ്ട് എൻ്റെ കൂടെ. എന്നാൽ പിന്നെ കാഴ്ച കാണാൻ വിട്ടാലോ. 20 രൂപയാണ് കേട്ടോ നമുക്ക് ബൈബിൾ ടവറിലേക്കുള്ള ചാർജ്. ഏകദേശം 30 മിനിറ്റാണ് നമുക്ക് അതിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റുക. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് എത്തി. ഞാൻ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മിക്ക ഭാഗങ്ങളും നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വടക്കുന്നാഥനും പിന്നെ നമ്മുടെ ലൂർദ് പള്ളി, പിന്നെ ഞാൻ പഠിക്കുന്ന കോളേജും അതുപോലെ തന്നെ ആകാശപാതയൊക്കെ കാണാം കേട്ടോ. നമ്മളൊരു തൃശ്ശൂർക്കാരാണെങ്കിൽ എന്തായാലും പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് തൃശ്ശൂർ പുത്തമ്പള്ളിയിലെ ബൈബിൾ ടവർ. കാരണം അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ അത്രയ്ക്കും അടിപൊളിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ നോട്ടീസ് കാണുന്നത്. പുത്തമ്പള്ളി പെരുന്നാളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് അവർക്ക് അയച്ചു കൊടുത്തോ. നവംബർ 27, 28, 29, 30 ഈ വരുന്ന പുത്തമ്പള്ളി പെരുന്നാളാണ്. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ ഫോണിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോണിൻ്റെ പ്രശ്നം ഇപ്പോഴും മാറിയിട്ടില്ല, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനും എൻ്റെ അപ്പനും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നിങ്ങളിനി തൃശ്ശൂർക്ക് വരികയാണെങ്കിൽ മറക്കാതെ വിസിറ്റ് ചെയ്യുക തൃശ്ശൂർ പുത്തമ്പള്ളിയിലെ ബൈബിൾ ടവർ. കാരണം കാണാൻ അവിടെ കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.